രാജ്യത്ത് സാധാരണക്കാരായ ജനങ്ങളുടെയും ചെറുകിട സംരംഭകരുടെയും ജീവിതം സുഗമമാക്കുന്നതിനും നിയമക്കുരുക്കുകൾ ലഘൂകരിക്കുന്നതിനുമുള്ള നിർണായക ചുവടുവെപ്പുമായി കേന്ദ്ര സർക്കാർ. ചെറുകിട നിയമലംഘനങ്ങളെ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ശിക്ഷ ലഘൂകരിക്കുന്നതിനുമുള്ള 79 കേന്ദ്ര നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ജനവിശ്വാസ് ഭേദഗതി ബിൽ 2026 അതിനിർണായകമാണ്. ഇതോടെ 5 കോടിയോളം വരുന്ന ചെറുകിട കേസുകൾക്ക് പരിഹാരമാകുമെന്നും നീതിന്യായ വ്യവസ്ഥയിലെ ഭാരം കുറയുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ആകെ 784 ഭേദഗതികളാണ് ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ 1000-ലേറെ കുറ്റകൃത്യങ്ങളെ കുറ്റവിമുക്തമാക്കാനും വ്യവസ്ഥയുണ്ട്. കാലഹരണപ്പെട്ടതും അനാവശ്യവുമായ നിയമങ്ങൾ ഒഴിവാക്കി ജനവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിലെ നിയമപരമായ നൂലാമാലകൾ കുറയ്ക്കാൻ ഈ ബില്ല് സഹായിക്കും. മോട്ടോർ വാഹന നിയമത്തിലാണ് ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസം നൽകുന്ന പ്രധാന മാറ്റങ്ങൾ വരുന്നത്. പുതിയ ഭേദഗതി പ്രകാരം ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി തീർന്നാലും 30 ദിവസം വരെ അത് ഉപയോഗിക്കാൻ അനുമതിയുണ്ടാകും. നിലവിൽ കാലാവധി കഴിഞ്ഞാലുടൻ തന്നെ ലൈസൻസ് അസാധുവാകുന്ന സാഹചര്യം ഇതിലൂടെ ഒഴിവാകും. ലൈസൻസ് കാലാവധി തീരുന്നതിന് 1 വർഷം മുമ്പ് തന്നെ പുതുക്കിയാൽ കാലാവധി തീർന്ന തീയതി മുതൽ തന്നെ പുതുക്കൽ ഫലപ്രദമാകുമെന്നതും ശ്രദ്ധേയമായ മാറ്റമാണ്. വാഹന അപകടങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടം അറിയിക്കാതിരുന്നാൽ നേരത്തെ ജയിൽ ശിക്ഷയും 25,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെയുമാണ് പിഴ ഉണ്ടായിരുന്നത്. പുതിയ നിയമപ്രകാരം ഇതിലെ ജയിൽ ശിക്ഷ പൂർണ്ണമായും ഒഴിവാക്കി. പകരം 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ പിഴ ശിക്ഷ മാത്രമായി നിജപ്പെടുത്തി. ഇതോടൊപ്പം ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്ക് 5,000 മുതൽ 10,000 രൂപ വരെ പിഴ ഈടാക്കാനും വ്യവസ്ഥയുണ്ട്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായ സംരംഭങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭൂരിഭാഗം ഭേദഗതികളും കൊണ്ടുവന്നിരിക്കുന്നത്. വ്യാപാര സൗകര്യം വർദ്ധിപ്പിക്കാനായി 717 ഭേദഗതികളും ജനജീവിതം മെച്ചപ്പെടുത്താനായി 67 ഭേദഗതികളും ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിസ്സാരമായ നിയമലംഘനങ്ങൾക്ക് ബിസിനസ്സുകാരെ ക്രിമിനൽ നടപടികളിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് നിക്ഷേപങ്ങളെ ബാധിക്കുമെന്നതിനാലാണ് ശിക്ഷാവിധികൾ ഏകീകരിച്ചതെന്ന് വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കുറ്റത്തിന്റെ ഗൗരവത്തിനനുസരിച്ച് പിഴകൾ പരിഷ്കരിക്കുകയും അപ്പീൽ അതോറിറ്റികൾ സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് പറഞ്ഞു. നിസ്സാരമായ കുറ്റങ്ങൾ മാത്രമാണ് കുറ്റവിമുക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം സെലക്ട് കമ്മിറ്റിക്ക് വിട്ട ബില്ലിൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാണ് പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചത്. ഇത് രാജ്യത്തെ നീതിന്യായ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ബില്ലിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. അഴിമതി പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഈ ബില്ലെന്നും നിയമ സംവിധാനത്തെ ഇത് ദുർബലപ്പെടുത്തുമെന്നും കോൺഗ്രസ് ആരോപിച്ചു. കോർപ്പറേറ്റുകളുടെ നിയമലംഘനങ്ങളെ സാധാരണവൽക്കരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അഴിമതിയും വഞ്ചനയും തടയുന്നതിനുള്ള വ്യവസ്ഥകൾ ഇല്ലാതാകുന്നത് നിയമവാഴ്ചയെ ബാധിക്കുമെന്ന് കോൺഗ്രസ് അംഗം കിരൺ കുമാർ റെഡ്ഡി പറഞ്ഞു. പ്രതിപക്ഷ അംഗം കെ കാവ്യ കൊണ്ടുവന്ന ഭേദഗതികൾ സഭ വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചില്ല. വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് ബില്ല് തയ്യാറാക്കിയതെന്നും ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്.